ഹലോ. അപ്പം നാളെ ഇന്നിപ്പം ഫ്രൈഡേ ആണ് ട്ടോ. ഫ്രൈഡേ ആണ്. അപ്പം നാളെ നമ്മുടെ എൻ്റെ ഫ്രണ്ട് സുലുവിന്റെ വീട്ടില് ഞങ്ങള് കുറച്ച് പേര് ഓണം സെലിബ്രേഷൻ ചുമ്മാ ഇങ്ങനെ ഫൺ പോലെ വെച്ചിട്ടുണ്ട്. അപ്പം അതില് ഞങ്ങളൊരു 6, 7 പേര് ചിലർ വിത്ത് ഫാമിലിയാണ്, ചിലര് ഒറ്റയ്ക്ക് വരും. അപ്പം അങ്ങനെ ഒരു പരിപാടി നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെയാണ് ആ ദിവസം. ഞങ്ങൾക്കിപ്പം ഓരോരുത്തരും ഓരോ ഡിഷസ് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാവുമ്പം ഒരാൾക്ക് മാത്രം ബേർഡൻ വരത്തില്ലല്ലോ. അപ്പം എൻ്റെ ഡിഷ് എന്ന് പറയുന്നത് തോരനും പച്ചമോരും രസവുമാണ്. അപ്പം ഞാൻ ഓർത്തു തോരനും രസവും രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാം. അപ്പം ഇപ്പം രാത്രിയാണ്, ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് കുളിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാം, പച്ചമോര് രാവിലെ ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ മതിയല്ലോ. ഞാൻ എന്താ ബീൻസ് തോരനാട്ടോ വെക്കുന്നത്. അപ്പൊ ഇത്രയും മതിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇത് അരിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് കുറേ പേർക്കൊന്നും ഞാൻ ഇതുവരെയും ഫുഡ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അളവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ ഇത് നമുക്ക് അരിഞ്ഞു നോക്കാം. ഇത് തികയുമെങ്കിൽ ഇതെടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ വേറെയും വാങ്ങിയിട്ടുണ്ട്, വേറെയും സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് വെച്ചിട്ട് ആദ്യം നോക്കാം. ഞാൻ കയ്യോടെ കിച്ചൺ ക്ലീൻ ചെയ്ത് പോട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും ടെൻഷനായി പോകും. ഇതിങ്ങനെ അരിഞ്ഞെടുക്കണത് ഭയങ്കര മെസ്സായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇതിങ്ങനെ വട്ടത്തിൽ റൗണ്ടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അരിയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ തെറിച്ച് പോകുമായിരുന്നു. ഇനി ബീൻസ് ഒന്ന് ചോപ്പറിലിട്ട് അരിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത്. പിന്നെ നമുക്ക് മാത്രം കഴിക്കാനുള്ളതല്ലല്ലോ, മറ്റുള്ളവർക്കും കൂടി കൊടുക്കാനുള്ളതുകൊണ്ടായതുകൊണ്ട് ഞാൻ ആ സമയത്ത് ആ ഒരു റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല. അങ്ങനെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പം നമുക്ക് ലെങ്ത്തിൽ അരിഞ്ഞാൽ മതിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നേനെ, പെട്ടെന്ന് അരിഞ്ഞ് തീർന്നേനെ. പക്ഷെ തോരൻ വെക്കാനായതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെയാണ് അരിഞ്ഞത്. കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മൂവി ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മുടെ വർക്കിൻ്റെ സ്പീഡ് ലേശം ഒന്ന് കുറയും. എന്നിരുന്നാൽ പോലും വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ. അപ്പം തോരൻ ഞാൻ വെച്ചു, തേങ്ങയൊക്കെ മിക്സറിൽ ഗ്രൈൻഡ് ചെയ്ത് പിന്നെ ഉള്ളി ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ക്വാണ്ടിറ്റി മതിയാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ മേലിക്കൂടെ വിതറിയിട്ട് അടച്ചു വെച്ചു കേട്ടോ, കാരണം അടച്ചു വെച്ചാലേ വേവത്തുള്ളൂ. കുറച്ച് വെള്ളം തളിച്ചായിരുന്നേ. ഇത് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പച്ചക്കുരുമുളകും, പിന്നെ പച്ചക്കുരുമുളകല്ല കുരുമുളക്, ചെറിയുള്ളി, വറ്റൽമുളക് എല്ലാം കൂടി അരച്ചെടുത്തു. ഞാൻ നല്ലോണം മല്ലിയിലൊക്കെ ഇട്ടാണ് രസം വെക്കാറ് എപ്പോഴും. അപ്പോൾ രസം വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും മല്ലിയില വാങ്ങും കേട്ടോ. അപ്പം രസം നല്ലോണം തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എൻ്റെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രസവും തോരനും ഓൾറെഡി സെറ്റായി. ഞാനത് ആറാൻ വേണ്ടി വെച്ചേക്കാണ്, കാരണം ഫ്രിഡ്ജിലെടുത്ത് വെക്കണമല്ലോ. പിന്നെ രസം കണ്ടോ, കാണുന്നില്ലല്ലോ, തിളച്ചോണ്ടിരിക്കുവാണ് ഇവിടെ. ഓൾറെഡി ആയി കഴിഞ്ഞു. കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി, കാരണം ചൂടെടുത്തിട്ട് രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വർക്കും വന്നു അതിൻ്റെ ഇടയിൽ. എല്ലാം കൂടി മാനേജ് ചെയ്ത് ഏകദേശം ഇപ്പം സമയം ഒരു 11:30 ആയിട്ടുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് സെറ്റായി. ഇനി ഞാനിതൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. കിച്ചണിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് കൊണ്ടുപോകാൻ പാകത്തിന് പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. രസം ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, തോരനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. രാവിലെ റെഡിയായി കഴിഞ്ഞാണ് എനിക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, മൽക്കോട്ടൻ സാരിയാണ് കൊടുത്തേക്കണേ. അപ്പം ഞാൻ സുലുവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇന്നലെ പിന്നെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇന്ന് രാവിലത്തെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരുങ്ങുന്നൊന്നും എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇറങ്ങണം ഇവിടുന്ന്. ഒരു സാരിയാണ് എടുത്തേക്കുന്നത്, മൽക്കോട്ടൻ സാരി. ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഊബറിനാണ് പോണത്. അപ്പോൾ താഴെ ഊബർ വന്നിട്ടുണ്ട്, കാരണം സാധനങ്ങളും സാരിയൊക്കെ ഉണ്ടല്ലോ. ഗൈസ്, ഇവര് ഭയങ്കര ലേറ്റ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ. ഇത്ര ലേറ്റ് അല്ല, കഴിഞ്ഞു. സ്റ്റോറി ഇട്ടില്ല. എന്തെങ്കിലും പറ, എന്റെ ഓഡിയൻസിനോട് പറ. ഹായ് ഗൈസ്, ഹാപ്പി ഓണം. ശരിയാ, ഹാപ്പി ഓണം, വേറൊന്നും പറയാനില്ല. ഒരാള് നിപ്പുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇട്ടാ മതി. അതോ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വേണ്ട. ഇതാണ് വീടിന്റെ ഉടമസ്ഥ, സുലേഖ ഖാലിദ്. രഞ്ജിത ഇന്നലെ പാതിരാത്രി പോയി വാങ്ങിയ പുതിയ സാരിയാണത്.
നന്നായിട്ടുണ്ട് അല്ലേ? ഓ നൈസ്. എല്ലാരും ഓരോരോ പണിയിലാണ്. സുലേഖ പെണ്ണ് കാണലാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കില്ലേ? തണുത്ത വെള്ളം ഏത് കാട്ടുകൂടെന്ന് അറിയില്ല. ഇതൊരു ഒരാത്ത വഴി കൂടെ ഞങ്ങളെ ചുറ്റിച്ചാ കൊണ്ടുപോയി സേ സംതിങ് ഫോർ മൈ വീഡിയോ. വയലിലുള്ള കൂടെ ഒക്കെ ഞാൻ ഇതിനെ വന്നാ മതിയായിരുന്നു. ഇവിടെ തൻവി ഉണ്ട്. തൻവി എന്തെങ്കിലും പറ മൈക്കില്. എന്നിട്ട് വേണ്ട ബ്ലൗസ് അല്ലേ പിന്നെ ഓഫീസിൽ വന്നിട്ടുണ്ടല്ലോ. റോസ് ഞങ്ങളെ ഇത് പഠിപ്പിക്ക്, മറ്റേ കവാണേ. നമുക്ക് അജിത്തിനെ നടുക്കിരുത്തിയിട്ട് കളിക്കാം. ഇങ്ങനെ തോന്നണല്ലേ? റോസ് ഡാൻസ് പഠിപ്പിക്ക്. ഇതാണ് ലൂക്ക്, റോസിൻ്റെ മോനാണ്. അപ്പോൾ അവൻ ജീപ്പിൽ കയറി ഇരുന്നിട്ട് എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് നീങ്ങിയിരുന്ന സ്ഥലം ഉണ്ടെന്ന് പറയണതാണ് ഈ കാണുന്നത്. ഓഡിയോ എന്തോ കാരണം കൊണ്ട് സേവ് ആയില്ല. പിന്നെ തൻവിയുണ്ട്, സുലുവിൻ്റെ മോൻ ഹാഷിമുണ്ട്, ഒരാളും കൂടെ ഉണ്ട്. പക്ഷെ ആൾക്ക് സ്കൂളിൽ ഓണപ്പരിപാടി ആയതുകൊണ്ട് പോവേണ്ടി വന്നു. സോ അങ്ങനെ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ. അതവിടെ പല്ല് വായി തിന്നോ? ഓക്കെ അങ്ങനെ പിന്നെ നമ്മൾ ഗെയിംസൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു. പിന്നെ ഒരു 1:30 ആയപ്പോഴത്തേക്കും എല്ലാവരും ടയേർഡ് ആയപ്പോഴത്തേക്കും നമ്മൾ സദ്യ വിളമ്പാന്ന് വിചാരിച്ചു. ഓരോ ഐറ്റംസും ഓരോരുത്തർ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. ഓരോ ഐറ്റംസ് അല്ല, ഞാൻ ഇന്നലെ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചല്ലോ, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഓരോരുത്തരും ഹോസ്റ്റലിൽ നിൽക്കുന്ന 2 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും സ്വന്തമായി ഓരോന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെ നല്ല ഗ്രാൻഡ് സദ്യയായിരുന്നു, ഒന്നിനും ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി റെഡിയായി. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങി കേട്ടോ. കാരണം എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് നാട്ടിലൊക്കെ പോകണമായിരുന്നല്ലോ, ദൂരെയൊക്കെ പോകേണ്ടവരുണ്ടായിരുന്നു, ട്രെയിനിൻ്റെയും ബസ്സിൻ്റെയും ടൈമിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം.